നമസ്കാരം. ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരുവാൻ പോയി ഇനി അമേരിക്കയിൽ ഭരണമാറ്റം വരുമോ എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. ആ തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് എന്നുള്ളതാണ്. ട്രംപിൻ്റെ ഒരു ജനപിന്തുണ എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിൽ, അതായത് ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം അങ്ങനെ ഒരു വളരെ താഴ്ന്ന നിലയിലാണ് ട്രംപിൻ്റെ ഒരു ജനപിന്തുണ ഇപ്പോൾ അമേരിക്കയിൽ. അങ്ങനെ ഇനി മിഡ് ടേം വരുന്നു. ആ മിഡ് ടേമിൽ കാര്യമായ രീതിയിൽ വലിയ പരാജയം തന്നെയാണ് ട്രംപിൻ്റെ ആശയങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ഭരണപരാജയം ഉണ്ടായാൽ ജനങ്ങൾക്ക് ഈ ഭരണത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും. ഇനി എങ്ങനെയാണ് അമേരിക്കയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ട്രംപ് ചരിത്രത്തിൽ മുൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം വലിയ രീതിയിലുള്ള ഒരു പിന്നോട്ടടി തന്നെയാണ് അമേരിക്കയിൽ നേരിടുന്നത്. നേരത്തെ ഡെമോക്രാറ്റ്സിൻ്റെ ഇടയിൽ മാത്രമാണ് ട്രംപിന് നേരെയുള്ള വിമർശനങ്ങൾ ഉയർന്നെങ്കിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിനെ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ എന്തിനാണ് ലോകത്തിനെ വെറുപ്പിക്കുന്നത്? ലോകത്തിലേക്ക് ഇത്തരത്തിൽ യുദ്ധം ഒരാവശ്യവുമില്ല അമേരിക്കയ്ക്ക് ഈ യുദ്ധം നടത്തേണ്ടതിൻ്റെ. ഇതിൽ ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മാത്രമാണ്. മറ്റ് രണ്ട് രാജ്യങ്ങൾ ഇറാനായാലും അമേരിക്കയ്ക്കായാലും വലിയ പരാജയം തന്നെയാണ്. ഇനി ഇറാൻ്റെ ഭാഗത്താണെങ്കിൽ ഇറാൻ്റെ നേവിയും ഇറാൻ്റെ സൈന്യവും അതോടൊപ്പം തന്നെ ഇറാൻ്റെ എല്ലാ മേഖലയും സാമ്പത്തികമായി ഇറാൻ ദാരിദ്ര്യമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഖാർഗ് മേഖലയിലേക്ക് നേരിട്ട ആക്രമണത്തിൽ അവിടുത്തെ എണ്ണക്കിണറുകളെല്ലാം നശിച്ചു. ഇനി എങ്ങനെയാണ് ഇറാൻ വീണ്ടും തിരിച്ചു വരിക എന്നതുപോലും അറിയില്ല. ഇറാന് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ മേഖലയിൽ, അവിടുത്തെ വടക്കൻ മേഖലയിലാണെങ്കിൽ ഐസിസിൻ്റെ സ്വാധീനം പോലുമുണ്ട്. അത് ഇറാനുള്ളിലേക്ക് പ്രവേശിച്ചാൽ അതും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇനി ഇറാനിൽ ആഭ്യന്തരമായിട്ട് സൈനിക അട്ടിമറിയിലേക്കാണ് IRGC കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. IRGC അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്ന പക്ഷം, അവിടെ ഒരു സൈനിക അട്ടിമറി നടക്കുന്ന പക്ഷം തീർച്ചയായിട്ടും അതും കാര്യമായ രീതിയിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുവാൻ ഇടയാക്കും എന്നുറപ്പാണ്. IRGC സൈനിക അട്ടിമറിയിലൂടെ ഇറാൻ്റെ ഭരണം, കാരണം IRGC എന്ന് പറയുന്നത് അവിടുത്തെ കേവലം ഒരു സൈന്യം മാത്രമല്ല, പാകിസ്ഥാൻ സൈന്യം പോലെ തന്നെ അവർക്ക് സ്വന്തമായി ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ബാങ്കിങ് മേഖലയിൽ, അതോടൊപ്പം തന്നെ പല എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എണ്ണക്കിണറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ വലിയ സമ്പന്നമാണ് IRGC. 1979 മുതൽ തന്നെ ഈ IRGC അവിടുത്തെ ഭരണത്തിൻ്റെ അട്ടിമറിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വളരെ ശക്തമായി അയത്തുള്ള അലി ഖമനായി ഭരണകൂടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഖമനായി വധിക്കപ്പെട്ടു. അതിനുശേഷം മജ്തബ ഖമനായി വന്നു. മജ്തബ ഖമനായി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല, ഇറാനിൽ ഇനി അവിടെ ഒരു ഭരണം നടത്തുവാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ്, റഷ്യയിലാണ് എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ഇനി എവിടെയാണെങ്കിൽ തന്നെ അതിനുള്ള ആരോഗ്യമില്ല. ഖമനായിക്ക് വേണ്ടി ഭരണം നടത്തുന്നത് IRGC ആണ് എന്നുള്ളതാണ്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് അവർക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ഭരണം നടത്തുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയെന്നല്ല, അദ്ദേഹത്തിനെയും അട്ടിമറിച്ചു എന്നുള്ളതാണ്. ഇനി അവിടുത്തെ ഇപ്പോഴത്തെ താൽക്കാലിക ഭരണകൂടം, മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിലുള്ള താൽക്കാലിക ഭരണകൂടം നടത്തുന്ന ഒരു നീക്കത്തിനും IRGC പിന്തുണ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മജ്തബ ഖമനായിയെ വധിക്കാനാണോ IRGCയുടെ പദ്ധതി എന്ന് പോലും അറിയില്ല. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന നേതാക്കന്മാരെയൊക്കെ വധിച്ചതിന് ശേഷം അവിടെ IRGC ഭരണത്തിൽ വരുവാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ ഇറാനിൽ ഈ രീതിയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇറാൻ്റെ ഭാവി എന്താണ് എന്ന് പോലും പ്രവചിക്കാൻ പറ്റില്ല. കാരണം ധനപരമായി ഇറാൻ വളരെ സുരക്ഷിതമായ ഒരിടത്തിലല്ല, വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടുത്തെ തൊഴിൽ ലഭ്യതയോ തൊഴിലില്ലായ്മയോ ഒക്കെയുള്ള കാര്യങ്ങൾ, തൊഴിലില്ലായ്മ വളരെയധികം രൂക്ഷമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഓയിൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഖാർഗ് മേഖലയൊക്കെ വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണം, ഇസ്ഫഹാൻ മേഖലയിലേക്കൊക്കെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലൂടെ, അതോടൊപ്പം തന്നെ ബുഷൈറയിലേക്ക് നടത്തിയ ഒരു ആക്രമണത്തിലൂടെയൊക്കെ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ഫഹാൻ മേഖല എന്തായാലും തകർന്നു കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിൽ നിന്ന് ഒരു അണുവികരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ജലലഭ്യതയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെയുള്ള
പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയും കൂടി കാര്യങ്ങൾ ഇറാനെ ബുദ്ധിമുട്ടുമ്പോൾ എന്തായാലും ഇറാൻ്റെ സാമ്പത്തിക സംവിധാനം മുഴുവൻ തകിടം മറിഞ്ഞു കഴിഞ്ഞു. ഇതേ അവസ്ഥ തന്നെയാണ് അമേരിക്കയിൽ. അമേരിക്കയുടെ സാമ്പത്തിക സംവിധാനങ്ങൾ പോലും കടപുഴകി വീണിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. അതായത് അമേരിക്ക ഒരു റിസഷനിലേക്ക് പോകുന്നു, അമേരിക്ക ഒരു സാമ്പത്തിക കടക്കെണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇനി അമേരിക്ക ചെന്ന് വീണും എന്നുള്ളതാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ അടക്കം പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ വിദഗ്ധർ സൂചിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിൽ ഒരു ഭരണമാറ്റം, ഇനി അവിടെ ഇറാനിൽ ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് പോയിട്ട് അമേരിക്കയിൽ ഒരു ഭരണമാറ്റം ട്രംപിനെ കഴുത്തെ തൂക്കിയെടുത്ത് പുറത്ത് കളയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ ഒരു ഭ്രാന്തൻ ഇത്രത്തോളം ഭ്രാന്തമായ രീതിയിൽ ഒരു മുൻവിധികളുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന ഒരു പ്രസിഡന്റിനോട് എന്ത് വിട്ടുവീഴ്ചയാണ് അമേരിക്കയ്ക്ക് ചെയ്യുവാൻ കഴിയുക? ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകില്ല എന്നുള്ളതാണ്. ഇനി റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിനെ പിന്തുണയ്ക്കില്ല. എന്തിനാണ് ട്രംപിന് ഈ രണ്ടാം വട്ടം കൊടുത്തത് എന്നുള്ളത് പോലും ഇപ്പോൾ അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രതിപക്ഷം വിജയിച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു, ഈ എന്തിനാണ് ഞങ്ങൾ റിപ്പബ്ലിക്കൻസ് വിജയിച്ചത് എന്നുള്ളത് പോലും അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ജനതയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം ട്രംപിനെ തെറി പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. അങ്ങനെ അമേരിക്കയും ഇറാനും ഏകദേശം സമാനമായ അവസ്ഥയിൽ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മാറിയിരുന്ന് എന്തെങ്കിലും ഒരു ആനന്ദം കണ്ടെത്തുവാൻ കഴിയുന്നത് ഇസ്രായേലിന് മാത്രമാണ്. കാരണം ഇസ്രായേൽ എന്ത് ചിന്തിച്ചോ അത് നടപ്പിലാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് പോലും അമേരിക്ക തയ്യാറല്ല എന്നുള്ളതാണ്. അങ്ങനെ അമേരിക്ക ഇനിയും 3 ആഴ്ചയോളം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുമെന്നാണ്. ഒരു ലോകരാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പമില്ല. നാറ്റോ പോലും കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഈ ഭാരതത്തിനും അമേരിക്കയെ പിന്തുണയ്ക്കാൻ കഴിയില്ല. എന്തായാലും തീർച്ചയായിട്ടും ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി അമേരിക്കയും പോലീസ് അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആധിപത്യ നിരയിൽ നിന്ന്, ലോകത്തിൻ്റെ 1ാം നിരയിൽ നിന്ന് താഴോട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ ഈ രീതിയിൽ അമേരിക്ക വലിയ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. ഇനി മറ്റ് ലോകരാജ്യങ്ങളുടെ കാര്യമെടുത്താൽ ഈ ഹോർമൂസൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. പെട്രോളിൻ്റെ എണ്ണവില ചരിത്രത്തിലില്ലാത്തവണ്ണം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എണ്ണവില ഉയർന്നതോടൊപ്പം തന്നെ LPG പ്രശ്നങ്ങൾ, ഗ്യാസിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അങ്ങനെ ഊർജ ഉപഭോഗത്തിൻ്റെ ഒക്കെ ഒരു കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയെ മാത്രമല്ല ഇത് ബാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി മധ്യേഷ്യയുടെ കാര്യം എടുത്താൽ ആ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾക്ക് നേരെയൊക്കെ ഇറാൻ്റെ ഭാഗത്ത് ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. ഇന്ന് രാവിലെയും കുവൈറ്റ് എയർപോർട്ടിന് നേരെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ ആക്രമണം ഉണ്ടായി. ബഹ്റിനിലേക്ക് ആക്രമണം ഉണ്ടായി, ഖത്തറിലേക്ക് ആക്രമണം ഉണ്ടായി. ഇങ്ങനെ ആ മധ്യേഷ്യൻ ഭാഗത്തിലെ എല്ലാ രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ഇതൊന്നും നടത്തരുത് എന്ന് ഒരു ഭാഗത്ത് മസൂദ് പെഷഷ്കിയാനൊക്കെ പറയുമ്പോഴും IRGC ഇതൊന്നും സമ്മതിക്കുന്നില്ല. IRGC കനത്ത രീതിയിലുള്ള ആക്രമണം തന്നെയാണ് അവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ IRGC അധികാരത്തിൽ വന്നാൽ, ഇറാനിൽ ഇനി IRGC ആണ് അധികാരത്തിൽ വന്നതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിനേക്കാൾ കുറവായിരിക്കും ഇനി വരാൻ പോകുന്ന സ്വാതന്ത്ര്യം എന്നുള്ള ആശങ്ക കൂടി അവിടുത്തെ പൗരന്മാർക്കുണ്ട്. കാരണം നേരത്തെ പർദ്ദ ധരിച്ചില്ല എങ്കിൽ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എങ്കിൽ, നേരത്തെ പർദ്ദ ധരിച്ചില്ലെങ്കിൽ കൊല്ലുന്ന ഒരു കാഴ്ചയിലേക്ക് പോകുന്നെങ്കിൽ ഇനി പർദ്ദ ധരിക്കുന്നില്ല എന്ന് ചിന്തിച്ചാൽ പോലും കൊല്ലപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് ഇറാൻ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി പൊതുനിരത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് വരും. നാളെ ഇറാൻ ഒരു താലിബാനായി മാറുമോ എന്നുള്ള ആശങ്ക കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ കീഴ്മേൽ മറിയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ആശങ്കയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.